ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് യോഗം കഴിഞ്ഞ ദിവസം കൂടി ഭാരതം തന്ത്രപരമായി ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഭാരതത്തിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളും ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭാരതത്തിന്റെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ 2.5% സ്റ്റേക്കാണുള്ളത്. അത്രയ്ക്ക് വാല്യൂ ആണ് ഭാരതത്തിന്റെ വോട്ടിനുള്ളത്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഏറെ വാല്യൂ ഉണ്ട് ആ വോട്ടെടുപ്പിന്റെ തോത് കണക്കാക്കാൻ. വൺ നേഷൻ വൺ വോട്ട് എന്നതല്ല അവിടുത്തെ പ്രമാണം. പക്ഷേ അങ്ങനെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സാധാരണഗതിയിൽ ആ ഒരു തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യങ്ങൾ അതിനെതിരെ നിൽക്കാറില്ല. പക്ഷേ ഇന്ത്യ അതിനെതിരെയുള്ള ലോബിംഗ് നടത്തി. പക്ഷേ അന്താരാഷ്ട്ര സമൂഹം ചോദിക്കുന്നത് കണക്കുകളാണ്. അപ്പൊ ഇന്ത്യക്ക് തീർച്ചയായും ഇതിന്റെ ഈ ഭീകരവാദത്തിന് വേണ്ടി IMF നൽകുന്ന ലോണിന്റെ ഒരു ഭാഗമെങ്കിലും കൃത്യമായി ഭീകരപ്രവർത്തനത്തിന് വേണ്ടി തിരിച്ചുവിട്ടു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ ആവശ്യമാണ്. ആ രേഖകളാണ് യഥാർത്ഥത്തിൽ ഈ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് നൽകാൻ ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമിതി 40 അംഗ സമിതിയാണ്. 38 രാജ്യങ്ങളും 2 അന്താരാഷ്ട്ര സമിതികളും ചേർന്ന ഒരു കൺസോർഷ്യം. അതിന്റെ കരിമ്പട്ടികയിലോ അല്ലെങ്കിൽ ഗ്രേ ലിസ്റ്റിലോ പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് IMF ലോണുകളൊക്കെ ലഭിക്കുന്നത് പാകിസ്ഥാന് ബുദ്ധിമുട്ടായി വരും. ചരിത്രപരമായി IMF ഇന്ത്യയുടെ ഒരു കൺസെൻഷൻ ഇതാണ്. ചരിത്രപരമായി സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളത് രാജ്യങ്ങളിൽ നിന്ന്, ചൈനയിൽ നിന്നാകട്ടെ മറ്റു രാജ്യങ്ങളിൽ നിന്നാകട്ടെ, ഈ പണമായി ലഭിച്ചിട്ടുള്ള സഹായങ്ങളുടെ നല്ലൊരു പങ്കും ഭീകരത വളർത്തി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ വളർത്തിയെടുത്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റിയിരുന്നത്. അത് നിരന്തരമായി ഇന്ത്യ ലോകരാജ്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടുകയാണ് ലോകരാജ്യങ്ങൾ. അതുകൊണ്ട് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ യോജിച്ചുള്ള നീക്കങ്ങളാണ് ആവശ്യം എന്നുകൂടി ഓർക്കുക. ആ യോജിച്ചുള്ള നീക്കങ്ങളിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു കൈ സഹായം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് ലോകം. പക്ഷേ തുടർന്നും പാകിസ്ഥാനെ സഹായിക്കാനാണ് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ഇതിനകത്തൊരു ഇരട്ടത്താപ്പ്, ഈ പറയുന്ന വാക്കിന്റെ ആർജവം എത്ര എന്ന ചോദ്യം ഭാരതത്തിന് ചോദിക്കേണ്ടി വരും. ആത്യന്തികമായി ഭാരതത്തിന്റെ യുദ്ധം നടത്തേണ്ടി വരും. കിട്ടുന്ന സപ്പോർട്ട് എല്ലാം തന്നെ, പിന്തുണ എല്ലാം തന്നെ അത് കേവലം ഔപചാരികത എന്നതിന്റെ കൂടുതലായി. തീർച്ചയായിട്ടും ശ്രീ മോഹൻ വർഗീസ്, അതായത് പൊള്ളയായ വാഗ്ദാനങ്ങളാണ്. അതായത് നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കാം, സത്യം നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ള ചില പൊള്ളയായ വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്തരം ചില യുദ്ധങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ നമ്മൾക്ക് മുൻപിൽ തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഭീകരവാദ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരാണ് ചൈനയും US പോലെയുള്ള രാജ്യങ്ങളൊക്കെ. സ്വാഭാവികമായിട്ടും IMF നിന്ന് തന്നെ ഇപ്പോൾ ഫണ്ട് കൊടുത്ത് നമുക്കറിയാം. അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് US ചൈനയും ഒക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ അവർക്കിത് നിർത്തിവെക്കാമായിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഇരയ്ക്കൊപ്പവും മറുവശത്ത് വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നു. ആത്യന്തികമായി താങ്കൾ പറഞ്ഞതുപോലെ യുദ്ധം എന്നുള്ളത് ഇന്ത്യയുടെ മാത്രം ആവശ്യമാണ്. ഇന്ത്യ മാത്രം നയിക്കേണ്ട ഒരു യുദ്ധമാണ്. അവിടെ വിജയിക്കേണ്ടതും ഇന്ത്യയുടെ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ എഫേർട്ട് ഇതിൽ ഇന്ത്യക്ക് ഇടേണ്ടതായി വരും. തീർച്ചയായും ഇന്ത്യ ഒരു ധാർമ്മിക നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. കാരണം വി ആർ എ റെസ്പോൺസിബിൾ പവർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ലെവലിലേക്ക് താഴാനാവില്ല. നമുക്കൊരു പ്രൊഫഷണൽ സൈന്യമുണ്ട്, ദൃഢനിശ്ചയമുള്ള ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വമുണ്ട്. മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭാരതത്തിൽ ഭരിക്കുമ്പോഴും സൈന്യം രാഷ്ട്രീയ സംവിധാനത്തിന്റെ കീഴിൽ തന്നെയാണ്. ഏകപക്ഷീയമായി സൈന്യത്തിന്റെ പിടിവാശികൾ ഒരിക്കലും വിജയിക്കാറില്ല. അതുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി പടപൊരുതുകയാണ് ഇന്ത്യ. അത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമായി, പാകിസ്ഥാന്റെ ജനതയ്ക്കെതിരെയുള്ള യുദ്ധമായി പാകിസ്ഥാൻ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെയുള്ള ഫോൾസ് നറേറ്റീവുകളിൽ എത്ര കാലം പാകിസ്ഥാന് മുന്നോട്ട് പോകാനാവും എന്നതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി വസ്തുതകൾ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഭാരതം എന്ന രീതിയിലുള്ള നറേറ്റീവ്സുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത് കൺവിൻസ് ചെയ്യാൻ ഇന്ത്യ വളരെ നന്നായി നയതന്ത്ര നീക്കങ്ങൾ ഏർപ്പെടുന്ന കാഴ്ചയും കണ്ടു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആക്രമണം തുടങ്ങുന്ന ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു 14 ദിവസം നിരന്തരമായ കൂടിയാലോചനകളിലായിരുന്നു ഭാരതം. അതുകൊണ്ട് ഭാരതത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആക്രമണ വിധേയമായ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ലോകരാജ്യങ്ങളെ കണ്ടു. അമേരിക്കയും റഷ്യയും ജപ്പാനും ഇസ്രായേലും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷെ ഐക്യദാർഢ്യം എന്ന വാക്കിന് വലിയ അർത്ഥതലങ്ങൾ കണ്ടെത്തേണ്ടതില്ല. യഥാർത്ഥത്തിൽ അത് കേവലം ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു പറച്ചിലാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം നിർഭാഗ്യകരമാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല.